ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന സബ്ജക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷൻസും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ബേസിക് കണ്ടീഷൻസ് എന്താ പറഞ്ഞത്? അസസി ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ വേണം. അല്ലെങ്കിൽ എന്ത് വേണം? 60 ഡേയ്സ് ഉണ്ടായാൽ മതി. പക്ഷേ 60 ഡേയ്സിൻ്റെ ഒപ്പം ഒരു കണ്ടീഷൻ കൂടി നോക്കണം. ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ 365 ഡേയ്സും കൂടി നോക്കണം എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് എന്താ പറഞ്ഞത്? 10 ഇയേഴ്സിൽ 2 ഇയർ നമ്മൾ റെസിഡൻ്റ് ആവണം. ആൻഡ് അതുകൂടാതെ 7 ഇയേഴ്സിൽ 730 ഡേയ്സ് നമ്മൾ ഇന്ത്യയിൽ വേണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസും ബേസിക് കണ്ടീഷൻസും നമ്മൾ നോക്കി. അതുപോലെ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റും, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും, നോൺ റെസിഡൻറ്റും നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതറിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷൻസും എഴുതി പഠിച്ചെന്ന് വിശ്വസിക്കുകയാണ്. ബേസിക് കണ്ടീഷനിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? 60 ഡേയ്സ് ഓർ മോർ പ്രീവിയസ് ഇയറിൽ അസസി ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക എന്നതാണ് അല്ലേ. അപ്പോൾ ഈ 60 ഡേയ്സ് ചില സമയത്ത് നമ്മൾ നോക്കുന്നില്ല, പകരം 182 ഡേയ്സ് തന്നെയാണ് നോക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു ആ സാഹചര്യങ്ങൾ? അസസി ഇന്ത്യൻ സിറ്റിസൺ ആണ്, അയാൾ ഇന്ത്യ വിട്ട് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ ഷിപ്പിൽ ക്രൂ മെമ്പറായിട്ട്. അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ 60 ഡേയ്സ് നോക്കുന്നില്ല, പകരം എന്തേ നോക്കുന്നുള്ളൂ? 182 ഡേയ്സേ നോക്കുന്നുള്ളൂ അല്ലേ. അതുപോലെ അസസി ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ അയാൾ ഇന്ത്യയിലേക്ക് വരാണ്, വിസിറ്റിന് വരാണെങ്കിൽ നമ്മൾ എന്ത് നോക്കുന്നില്ല? 60 നോക്കുന്നില്ല, 182 ഡേയ്സേ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, മക്കളെ, ഈ രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഈ 60 ഡേയ്സ് മാറ്റിയിട്ട് 182 ഡേയ്സ് ആക്കണം എന്നുള്ളത്, ഇതിൽ ഒരു ലിസ്റ്റും കൂടി ഉണ്ട്. ഇതൊന്ന് ഇത്തിരി കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യയുടെ ID കാർഡുള്ള ആളല്ലേ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പാരൻറ്റോ ഗ്രാൻഡ് പാരൻറ്റോ ഡിവൈഡഡോ അൺഡിവൈഡഡോ ആയ ഇന്ത്യയിൽ ഉള്ള ആൾ. ഇയാൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കനേഡിയൻ സിറ്റിസണാണ്, അതായത് എൻ്റെ മുത്തച്ഛൻ ഇന്ത്യക്കാരനായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ എന്ന് വിളിക്കാം? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആരാണ്? ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആണെങ്കിൽ ഞാൻ എന്തിന് വരാണ്? വിസിറ്റിന് വരാണ്. അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജിനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിസിറ്റിന് വരാണ്, ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ ഞാൻ ഈ 60 ഡേയ്സ് നോക്കണ്ട, 182 ഡേയ്സ് നോക്കാൻ പറഞ്ഞു ഇല്ലേ. ഞാൻ വരുമ്പോൾ എൻ്റെ ഇൻകം കൂടി നോക്കണം. എൻ്റെ ഇൻകം 15 ലക്ഷത്തേക്കാൾ മുകളിലാണെങ്കിൽ എങ്ങനെ? ഇന്ത്യൻ ഇൻകം അതർ ദാൻ ഫോറിൻ സോഴ്സിൽ നിന്നുള്ള ഇൻകം, അതായത് ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തേക്കാൾ മുകളിലാണെങ്കിൽ എനിക്ക് 182 ഡേയ്സ് നോക്കണ്ട, 120 ഡേയ്സ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞേ. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്, ഞാൻ ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരാണ്, എൻ്റെ ഇൻകം മോർ ദാൻ 50 ലാക്സ് ആണെങ്കിൽ എനിക്ക് 182 ഡേയ്സ് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി, 120 ഡേയ്സ് നോക്കിയാൽ മതി. അപ്പോൾ ഈ സിറ്റുവേഷനിലൊന്നും ഈ 120 ഡേയ്സ് ഇല്ല കേട്ടോ. ഈ ഒരു സിറ്റുവേഷൻസ് മാത്രമാണ് എന്തുള്ളത്? 120 ഡേയ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ ഇയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണോ നോക്കാം. അയാൾ ഇന്ത്യയിലേക്ക് വിസിറ്റിന് വന്നതാണോ നോക്കാം. വിസിറ്റിന് വന്നതാണ്, അയാളുടെ ഇൻകം ഇന്ത്യൻ സോഴ്സിൽ നിന്നുള്ള ഇൻകം, അതായത് അതർ ദാൻ ഫോറിൻ സോഴ്സിൽ നിന്നുള്ള ഇൻകം മോർ ദാൻ 50 ലാക്ക് ആണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ വേറെ കണ്ടീഷൻസ് ഒന്നും നോക്കണ്ട. എന്താ? നേരെ പോയിട്ട് 120 ഡേയ്സ് ആണോ നോക്കാം. 120 ഡേയ്സ് ആണെങ്കിൽ ഇയാൾ ആരാണ്? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. വേറെ കണ്ടീഷൻസ് ഒന്നും നോക്കണ്ട. ആരാണ്? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇനി ഇന്ത്യൻ ക്രൂ മെമ്പറൊക്കെ ആണെങ്കിൽ ഇത് നോക്കണ്ട കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് മോർ ദാൻ 50 ലാക്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ ഇന്ത്യൻ സോഴ്സിൽ നിന്നുള്ള ഇൻകം മോർ ദാൻ 50 ലാക്ക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഈ 120ലേക്ക് വന്നാൽ മതി. ഓക്കെ, the same relaxation is allowed to citizen of India or person of Indian origin settled abroad coming to India on visit. The 120 days rule applies only to ആർക്കൊക്കെയാണ്? സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിംഗ് ഇന്ത്യയിലേക്ക് വരാണ്, ആൻഡ് ഇൻകം ഇൻ ഇന്ത്യ എബോവ് 50 ലാക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമ്മൾ എന്ത് നോക്കുന്നുള്ളൂ? 120 ഡേയ്സ് നോക്കുന്നുള്ളൂ. ഈ കണ്ടീഷൻസ് ആരൊക്കെയാണ്? ഇന്ത്യൻ സിറ്റിസൺ, പേഴ്സൺ ഓഫ് ഒറിജിൻ, ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരാണ്, ഇന്ത്യൻ ഇൻകം മോർ ദാൻ 50 ലാക്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് നോക്കുന്നുള്ളൂ? ഈ 120 ദിവസത്തിൻ്റെ കാര്യം ഓർക്കുന്നുണ്ടോ. ബാക്കിയുള്ള കേസിൽ ഈ 120 ദിവസത്തിൻ്റെ കാര്യം നമ്മൾ
ഓർക്കേണ്ടതില്ല. അപ്പോൾ മക്കളെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് പഠിച്ചിരിക്കുക. ഇന്ത്യൻ സിറ്റിസൺ ആണ്, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്, ഇന്ത്യയിലേക്ക് വിസിറ്റിന് വന്നിട്ടുണ്ട്, അയാളുടെ ഇൻകം മോർ ദാൻ 50 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഈ 120 ഡേയ്സിലേക്ക് വരാം. അല്ലെങ്കിൽ 182 ഡേയ്സ്, 60 + 365 ഡേയ്സ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് കൂടി ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഡീംഡ് റെസിഡൻറ്റ്? അതായത് എ പേഴ്സൺ ഷാൽ ബി ഡീംഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. 3 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാൾ ആരാണ്? ഡീംഡ് റെസിഡൻ്റ് ആണ്. എന്തൊക്കെ കണ്ടീഷൻസ് നോക്കാം അല്ലേ? പേഴ്സൺ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ആണ്. ടോട്ടൽ ഇൻകം ഡ്യൂറിങ് ദ ഇയർ അതർ ദാൻ ദി ഫോറിൻ സോഴ്സ് ഈസ് മോർ ദാൻ 50 lakhs. അയാളുടെ ഇന്ത്യൻ ഇൻകം, ഫോറിൻ സോഴ്സിൽ നിന്നുള്ള ഇൻകം അല്ലാണ്ട് ഇന്ത്യൻ ഇൻകം മോർ ദാൻ 50 lakhs ആണ്. ദ ഇൻകം ഈസ് നോട്ട് ലയബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രി ഓർ ടെറിട്ടറി. ഇയാളുടെ ഇൻകം വേറെ എവിടെയും ടാക്സ് ചെയ്യുന്നില്ല. അതായത് ടാക്സ് വെട്ടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വേറെ സ്ഥലത്ത് പോയി ടാക്സ് ഇല്ലാത്ത ടാക്സ് ഹെവനിൽ പോയി താമസിക്കുകയാണ്. അങ്ങനെയെങ്കിലും നമുക്ക് ടാക്സ് അടയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കുക വേണം. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻകം മോർ ദാൻ 50 lakhs ഉണ്ട്, ഞാൻ വേറെ എവിടെയും ടാക്സ് അടയ്ക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ കൊണ്ടുവന്നിട്ടുള്ള പ്രൊവിഷനാണ് ഡീംഡ് റെസിഡൻറ്റ്. അപ്പോൾ ഈ മോർ ദാൻ 50 lakhs ഉള്ളപ്പോൾ കൺഫ്യൂഷൻസ് വരണ്ട. അവിടെ എന്തായിരുന്നു? വിസിറ്റിന് വരാണ്, ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരാണ്. ആര്? ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരാണ്. അപ്പോഴാണ് ആൾക്ക് മോർ ദാൻ 50 lakhs ഉള്ളതെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ 120 ഡേയ്സ് നോക്കാം. അത് ആ കണ്ടീഷനല്ല. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾ ടാക്സ് ഹെവനിൽ പോയി താമസിക്കുകയാണ്, വേറെ എവിടെയും അയാൾ ടാക്സ് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇന്ത്യൻ സോഴ്സിൽ നിന്നുള്ള ഇൻകം മോർ ദാൻ 50 lakh ആണെങ്കിൽ അയാൾ ആരാണ്? ഡീംഡ് റെസിഡൻ്റ് ആണ്. ഡീംഡ് റെസിഡൻറ്റ് എപ്പോഴും ആരാണ്? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ആൾക്ക് വേറെ കണ്ടീഷൻസും നോക്കേണ്ട കാര്യമില്ല. ബേസിക് കണ്ടീഷൻസ് ആൻഡ് അഡീഷണൽ കണ്ടീഷൻ ഡിസ്കസ് ഏർലിയർ ആർ നോട്ട് റെലവൻറ്റ് ഇൻ ദിസ് കേസ് ഓഫ് ഡീംഡ് റെസിഡൻറ്റ്. ഡീംഡ് റെസിഡൻറ്റിൻ്റെ കേസിൽ വേറെ ഒന്നും നോക്കണ്ട. ആ 3 കണ്ടീഷൻസ് നോക്കിയാൽ മതി. എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ റെസിഡൻ്റ് ആണോ, മോർ ദാൻ 50 lakhs ഉണ്ടോ, ദെൻ പിന്നെ വേറെ എവിടെയും ടാക്സ് കൊടുക്കുന്നില്ലേ. ഈ 3 കണ്ടീഷൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആരാണ്? ഡീംഡ് റെസിഡൻ്റ് ആണ്. റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഡീംഡ് സിറ്റിസണിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ എം ആൻ ഇന്ത്യൻ സിറ്റിസൺ. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അണ്ടർലൈൻ ചെയ്യാട്ടോ. ഈസ് എ ഫ്രീക്വൻറ്റ് ട്രാവലർ വിത്ത് നോ ടാക്സ് റെസിഡൻസി ഇൻ എനിവർ. വേറെ എവിടെയും ടാക്സ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലേ. ഹി ട്രാവൽസ് അക്രോസ് ദ കൺട്രീസ് ഇൻക്ലൂഡിംഗ് UK, സിംഗപ്പൂർ, UAE, മാൽദീവ്സ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 25-26. ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 80 days ഓൺലി. 80 ദിവസമുള്ളൂ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഹി ഹാസ് നോ പെർമനൻറ്റ് ഹോം ഓർ ടാക്സ് റെസിഡൻസി ഇൻ എനി കൺട്രി. കുഴപ്പമില്ല. ഹിസ് ഇൻകം ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി ഇയർ 25-26 വാസ് 18 lakhs. അപ്പോൾ ഇന്ത്യൻ ഇൻകം എത്രയുണ്ട്? 18 lakhs ഉണ്ട്. മോർ ദാൻ 50 lakhs ഉണ്ടല്ലേ. ഇയാൾ ആരാണ്? ഡീംഡ് റെസിഡൻറ്റ്. ഫോറിൻ ഇൻകത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നോക്കണ്ട. നമ്മൾ പഠിച്ച 3 കണ്ടീഷൻസ്: ഇന്ത്യൻ സിറ്റിസൺസ്, വേറെ എവിടെ ടാക്സ് കൊടുക്കുന്നില്ല, ഇന്ത്യൻ സോഴ്സിൽ നിന്നുള്ള ഇൻകം മോർ ദാൻ 80 lakhs. അപ്പോൾ ഇയാൾ ആരാണ്? ഡീംഡ് റെസിഡൻ്റ് ആണ്. മാത്രമല്ല റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.